മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിൽ പ്രതികളുടെ മൊഴിയിൽ വിശ്വാസമില്ല എന്നും പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും വിജിലിന്റെ കുടുംബം ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. മൃതദേഹം ചതുപ്പിൽ താഴ്ത്തി 8 മാസങ്ങൾക്ക് ശേഷം അസ്ഥികൾ പുറത്തെടുത്ത് കടലിൽ ഒഴുക്കിയതായാണ് പ്രതികൾ പോലീസിന് മൊഴി നൽകിയത്. പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നതോടെ പ്രദേശത്തെത്തി മണ്ണ് നീക്കി പരിശോധന നടത്താനുള്ള നീക്കത്തിലാണ് പോലീസ്. എലത്തൂർ വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിലിനെ 2019 മാർച്ചിലാണ് കാണാതായത്. 6 വർഷങ്ങൾക്കിപ്പുറവും വിജിലിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു വിജിലിന്റെ കുടുംബം. അന്വേഷണത്തിന്റെ പുരോഗതി തേടി മാതാപിതാക്കൾ ഇടയ്ക്കിടെ എലത്തൂർ സ്റ്റേഷനിൽ എത്തുമായിരുന്നു. മകനെ കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന ശുഭവാർത്ത പ്രതീക്ഷിച്ചാണ് ഇന്നലെയും കുടുംബം സ്റ്റേഷനിൽ എത്തിയത്. എന്നാൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചു. വിജിലിന്റെ മരണത്തിൽ സുഹൃത്തുക്കളായ എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരുടെ മൊഴികൾ പുറത്തുവന്നതോടെ ഞെട്ടലിലാണ് അച്ഛനും അമ്മയും സഹോദരനും. വിജിലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് 1, 2, 3 പ്രതികൾ. അമിത അളവിൽ ലഹരിമരുന്ന് നൽകിയതിനെ തുടർന്ന് വിജിൽ മരിച്ചതോടെ സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിടുകയായിരുന്നു. സരോവരം പാർക്കിൽ കുഴിച്ചിട്ടെന്നാണ് പ്രതികളുടെ മൊഴി. ചതുപ്പിൽ താഴ്ത്തി 8 മാസങ്ങൾക്ക് ശേഷം വിജിലിന്റെ അസ്ഥികൾ പുറത്തെടുത്ത് കടലിൽ ഒഴുക്കിയതായും സംസ്കാരക്രിയകൾ നടത്തിയതായും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. വിജിലിന്റെ ബൈക്കും മൊബൈൽ ഫോണും കല്ലായി റെയിൽവേ സ്റ്റേഷന് സമീപം ഉപേക്ഷിച്ചതായും മൊഴിയിലുണ്ട്. എന്നാൽ പ്രതികളുടെ മൊഴികൾ വിശ്വാസയോഗ്യമല്ലെന്നാണ് കുടുംബം പറയുന്നത്. വിജിൽ നേരത്തെ ലഹരി ഉപയോഗിക്കുമായിരുന്നില്ല. തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബത്തെ തെറ്റിദ്ധരിപ്പിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും പ്രതികൾ ശ്രമിച്ചിരുന്നുവെന്ന് അച്ഛൻ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചു. ഒരു പറയുന്നത് 2 മണിക്കൂർ, ചിലർക്ക് 4 മണിക്കൂർ, ചിലർക്ക് 6 മണിക്കൂർ ഇങ്ങനെ വരും പോലെ. അപ്പോൾ ഇവർ പറയുന്നത് വെള്ളി എഴുന്നേറ്റ് വെക്കുന്നതിന് മുമ്പ് കിടക്കുകയാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് എണീറ്റ് പോയിക്കോളുന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ പിന്നെ വന്ന് നോക്കിയെന്ന് പറയുന്നത്. അന്നപ്പോൾ എന്തോ ഒരു സംഭവം ഇല്ലാതെ പിന്നെ ഒരു വന്ന് നോക്കേണ്ട ആവശ്യമുണ്ടോ? അതിൽ നിന്നുമ്പോൾ മനസ്സിലാകുന്നില്ലേ? ബാംഗ്ലൂരിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പ്രതികളിൽ ഒരാളായ നിഖിലിനെ എലത്തൂർ പോലീസ് അവിടെ എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. ദീപേഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ രഞ്ജിത്ത് ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം, തെളിവ് നശിപ്പിക്കൽ, മൃതദേഹത്തോടുള്ള അനാദരവ് എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.